സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളെ ചൊല്ലിയുള്ള നിയമ പോരാട്ടം തുടരുവാൻ സംസ്ഥാന സർക്കാർ നീക്കം. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി മടക്കി അയച്ചു. സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളുമായി ബന്ധപ്പെട്ട് രാജ്ഭവനുമായി നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. രാജ്ഭവനുമായുള്ള നിയമ പോരാട്ടം അവസാനിപ്പിച്ചു എന്നാണ് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളുടെ കാര്യത്തിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് മുന്നിൽ ബോധിപ്പിച്ചു. ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ പോരാട്ടം നടത്തുന്ന ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്ന ആവശ്യവും കേരളത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ചു. തത്വത്തിൽ അതിന് അംഗീകാരവും ലഭിച്ചു. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ 2 ബില്ലുകൾ കൂടി രാഷ്ട്രപതി ഭവൻ മടക്കി അയച്ചു. ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ ഒഴിവാക്കി വിദ്യാഭ്യാസ വിദഗ്ധരെ ചുമതലയേൽപ്പിക്കുന്ന ബില്ലും അപ്പീലേറ്റഡ് ട്രൈബ്യൂണൽ അധികാര പരിധിയിൽ നിന്നും ഗവർണറെ ഒഴിവാക്കുന്ന ബില്ലുമാണ് രാഷ്ട്രപതി ഭവൻ മടക്കി അയച്ചത്. കാരണം വ്യക്തമാക്കാതെയാണ് ബില്ല് മടക്കിയത്. രാഷ്ട്രപതിയുടെ ഒപ്പും മുദ്രയും മടക്കി അയച്ച കത്തിൽ ഉണ്ട്. മടക്കി അയച്ച ബില്ല് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. 7 ബില്ലുകളാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത്. 4 ബില്ലുകൾ നേരത്തെ തന്നെ മടക്കി അയച്ചിരുന്നു. ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് മാത്രമാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്. ഇപ്പോൾ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളും രാഷ്ട്രപതി ഭവൻ മടക്കി അയച്ചതോടെ കാര്യങ്ങൾ ഇനി നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങും. സർവകലാശാല നിയമ ഭേദഗതി എന്ത് വില കൊടുത്തും നടപ്പിലാക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഒപ്പം സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം തുടരാനും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.